കോഴിക്കോടിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ 550-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണി വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ 80-ലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ 50-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDF വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിലെ 6 കോർപ്പറേഷനിൽ 4 UDF നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ നിന്ന് സംസാരിക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ മടുത്തും വെറുത്തും പോയിരിക്കുന്നു എന്നുള്ളത് അവരുടെ വോട്ട് കൊണ്ട് തെളിയിച്ചവരാണ്. ഈ ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജില്ലകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വലിയ വലിയ വിജയങ്ങൾ, ചരിത്ര വിജയങ്ങൾ, അട്ടിമറി വിജയങ്ങൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത പഞ്ചായത്തുകൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത സീറ്റുകൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ, എന്തിനധികം പറയുന്നു കോഴിക്കോട്ടെ കോർപ്പറേഷൻ പോലും 100-100 വോട്ടിനടുത്തെത്തുന്നവരെ BJPയെ കണ്ണയച്ച് സഹായിച്ച്, കൈയയച്ച് സഹായിച്ച് കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ, CPM കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അതും മാറ്റിമറിക്കപ്പെടുമായിരുന്നു, റിസൾട്ട് ഇവിടെ സാധ്യമാകുമായിരുന്നു. അതിനെയൊക്കെ അട്ടിമറിച്ചാണ് ഒരു ചരിത്ര വിജയം നമ്മളിവിടെ കുറിച്ചത്. ആ വിജയത്തെ ഈ ഗവൺമെന്റ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു. നിങ്ങൾ അറിയണം, ഈ ക്യാബിനറ്റ് അധ്യാപകരുടെ എലിജിബിലിറ്റി അളക്കാൻ നിൽക്കുന്നവർ, അധ്യാപകരുടെ എലിജിബിലിറ്റിക്ക് സുപ്രീം കോടതി പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ, അവര് തിരിച്ചറിയണം, നിങ്ങൾ ഇനി കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ നയിക്കാൻ എലിജിബിൾ അല്ല എന്ന് എല്ലാം നടക്കും. കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത്? ഇവരുടെ എലിജിബിലിറ്റി എന്താ?